നമസ്കാരം. ഒരു സ്കൂൾ മാനേജ്മെന്റിന് തങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ യൂണിഫോം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരമുണ്ട് എന്ന് കേരള ഹൈക്കോടതി മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്കൂൾ യൂണിഫോമും ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആണ്. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇപ്പോൾ ഈ സ്കൂളുകളിൽ ഇല്ല എന്നതും പ്രസക്തമാണ്. ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ സ്കൂൾ നിഷ്കർഷിക്കുന്ന യൂണിഫോം തന്നെയാണ് ഇപ്പോൾ ധരിച്ചു വരുന്നത്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ പിണറായി സർക്കാർ മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ MLA ആയിരിക്കുന്ന KT ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സമൂഹത്തിൽ ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പ്രസ്താവന ഇന്ന് ഫയർ റൂമിൽ ചർച്ച ചെയ്യുവാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. മുസ്ലിം സ്കൂൾ കുട്ടികൾക്ക് ഹിജാബ് ധരിച്ചു വരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ സ്കൂളിലെ കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രവും അഴിച്ചുവെക്കണം എന്നുള്ള ഒരു വിവാദ പ്രസ്താവനയാണ് KT ജലീൽ നടത്തിയത്. ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർ ഇന്ന് നേരിടുന്ന ഇത്തരം പ്രധാന വെല്ലുവിളികളും പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനായി ഷെക്കീന ടെലിവിഷൻ ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു. കന്യാസ്ത്രീകളുടെ തിരുവസ്ത്രവും ഹിജാബുമായി ബന്ധപ്പെടുത്തി KT ജലീൽ നടത്തിയ പ്രസ്താവന ചോദ്യം ചെയ്യപ്പെടേണ്ടതോ? ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരണങ്ങൾക്കായി എത്തിയിട്ടുള്ള CMC സന്യാസിനി സഭാ സമൂഹത്തിന്റെ PRO സിസ്റ്റർ മേരിയാൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ബോബി തോമസ് എന്നിവർക്കും പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. അത് ഞാൻ സിസ്റ്ററിലേക്ക് വരികയാണ്. ഹിജാബും കന്യാസ്ത്രീകളുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകളൊക്കെ KT ജലീലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം സ്കൂളുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് വളരെയധികം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു വിഭാഗമാണ് കേരള ക്രൈസ്തവരിലെ സന്യാസി സമൂഹങ്ങൾ. പക്ഷെ വേറെ ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഹിജാബ് കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രവുമായി ബന്ധപ്പെടുത്തി KT ജലീൽ നടത്തിയ പ്രസ്താവന. എന്താണ് സിസ്റ്ററിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് ഈ സന്യാസ വസ്ത്രവും കുട്ടികളുടെ യൂണിഫോമും ഹിജാബ് കുട്ടികളുടെ യൂണിഫോമിന്റെ ഭാഗമാക്കണം എന്ന് പറയുമ്പം പെട്ടെന്ന് ആദ്യം ഇത് ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വേഷവും ഈ ഹിജാബും തമ്മിലൊരു സാമ്യം ഉണ്ടല്ലോ എന്ന് സാമാന്യ ജനങ്ങൾക്ക് പെട്ടെന്ന് തോന്നും. പക്ഷേ ഇതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പം, ഇതിനെക്കുറിച്ച് പഠിക്കുമ്പം ശരിയായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, സിസ്റ്റേഴ്സ് ഈ ധരിക്കുന്ന വസ്ത്രം അവരുടെ സമർപ്പണത്തിന്റെ അടയാളമാണ്. അവർ പ്രായപൂർത്തിയായവരാണ്. പക്ഷെ ഈ കുട്ടികൾക്ക് എന്തിനാണ് യൂണിഫോം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, പക്വത എത്താത്ത മനസ്സുകളില് എന്തിനാണ് ഈ മതത്തിന്റെ വിദ്വേഷം അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേരിലുള്ള ഒരു വിഭാഗീയത അടിച്ചേൽപ്പിക്കുന്നത്? കുട്ടികൾ ഹിജാബ് ധരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. യൂണിഫോം പകരം ഇതെന്തിനു ധരിക്കണം? ശരിക്കും കുഞ്ഞുങ്ങള് ആദ്യം അവർ പഠിക്കേണ്ട മൂല്യങ്ങൾ മാനവിക മൂല്യങ്ങളാണ്. മനുഷ്യനാണ്, പരസ്പരം ബഹുമാനിക്കേണ്ട ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അതിന്റെ ആ പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും സമഭാവനയും സമത്വവും ഒക്കെ വളർത്തേണ്ട സ്കൂളുകളില് എന്തിനാണ് ഈ മതപരമായ കാര്യങ്ങൾ പറഞ്ഞ ആ പിഞ്ചു മനസ്സുകളിൽ വിഷം കുത്തിവെക്കുന്നത്? ആ കുഞ്ഞുങ്ങളെ നമുക്കറിയാം എന്തിനാണ് യൂണിഫോം സ്കൂളുകളിൽ വന്നതെന്ന്. ഈ പറയുന്ന ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ ഭേദങ്ങളെല്ലാം മറന്ന് കുഞ്ഞുങ്ങള് അവരുടെ നിഷ്കളങ്കതയില് യഥാർത്ഥ സ്വന്തം ഐഡന്റിറ്റി, സ്വത്വം കണ്ടെത്താൻ അവര് വളരുന്നതേ ഉള്ളൂ. അവര് കഴിവ് സമ്പാദിച്ച് അവരാരാണെന്നും കൂടെയുള്ളവരാരാണെന്നും സമൂഹം എന്താണെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്ന സ്കൂളിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ തുടക്കം മുതലേ അവരെ ഇങ്ങനെ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിഭാഗീയത അങ്ങനത്തെ ചിന്തകൾ ഉണ്ടാക്കി അവരില് വിഷം കുത്തിവെക്കാനുള്ള കേരള സമൂഹത്തിന്റെ ഒരു പ്രവണത, അതെനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയത്. ഇത്രയും കാലം ഇല്ലായിരുന്ന ഈ ചിന്തകൾ ഇപ്പോൾ എന്തിനു വരുന്നു? പലയിടത്തുനിന്നും പല നാളുകളായി പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പം ക്രൈസ്തവ സന്യാസിനികൾ നടത്തുന്ന സ്കൂളുകൾക്കെതിരായിട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെയും കാണുകയാണ്. ഇതിന് കുഞ്ഞുങ്ങളെ എന്തിനാണ് ഉപകരണമാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വിഷമം വരുന്നത്. മുതിർന്നവർ ധരിക്കുന്ന ഹിജാബ് അത് ശരിക്കും അവരുടെ
അവരുടെ സ്വന്തം മനസ്സാലെ സ്വീകരിക്കുന്നതാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് മിക്കവാറും നിർബന്ധത്തിന് വഴങ്ങി ഇപ്പൊ ഇറാനിലൊക്കെ നടക്കുന്ന സമരങ്ങളും അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും എല്ലാം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നതാണ്. അതറിഞ്ഞിട്ടും എന്തിനാണ് ഇത്രയും പ്രബുദ്ധമായ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇത്ര വില കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? നമ്മുടെ സമയവും നമ്മുടെ എനർജിയും വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിച്ച് കേരളത്തിലെ നല്ല പ്രബുദ്ധരായ ആളുകളുടെ ഈ സാമാന്യ ക്രൈസ്തവർക്കെതിരായി തിരിക്കാനും ക്രൈസ്തവർ ഈ സമൂഹത്തിന് ചെയ്തിട്ടുള്ള നന്മകള് ഇത്രയും ഒരു കാലത്ത് ഭ്രാന്താലയം എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ച ഈ കേരളത്തെ ഇന്ന് ലോകത്തിന് മുമ്പില് ഏറ്റവും അഭിമാനിക്കത്തക്ക വിധത്തില് വിദ്യാഭ്യാസത്തിലും ആതുര സേവനത്തിലും എല്ലാം മുൻപന്തിയിൽ എത്തിച്ച ഈ ക്രൈസ്തവ സന്യാസിനിമാരുടെ സേവനത്തെ തമസ്കരിച്ചുകൊണ്ട് എങ്ങനെയും അവരുടെ മേൽ കരിവാരി തേക്കാനുള്ള ഒരു ശ്രമമായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ എന്തിനാണ് ഇതിന് ഇരയാക്കുന്നത് എന്നാണ് എനിക്ക് വിഷമം വരുന്നത്. ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം കുട്ടികള് ഒന്നിച്ച് ശരിക്കും മനുഷ്യനായിട്ട് കണ്ട് മനുഷ്യനെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും വളരേണ്ട പ്രായത്തില് ഇവരുടെ ഉള്ളിൽ ഈ വിഭജനം, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വേഷവിധാനങ്ങളിലുള്ള വ്യത്യാസങ്ങളുടെ പേരിൽ ഈ വ്യത്യാസങ്ങളിലേക്ക് നയിച്ച് അവരുടെ ഉള്ളിലെ വെറുപ്പ്, മനുഷ്യൻ അതായത് ഞാനാണ് മെച്ചം, അല്ലെങ്കിൽ ഞാൻ എന്നെ പോലെ അല്ലാത്ത എല്ലാവരെയും വെറുക്കേണ്ടതാണ്, ഇല്ലായ്മ ചെയ്യേണ്ടതാണെന്ന് കൊച്ചു വയസ്സ് മുതലേ അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്ന ഈ വിഷം, അതിനുള്ള ഒരു ശ്രമമായിട്ട്, അത് നമ്മുടെ അടുത്ത തലമുറയെ നശിപ്പിക്കാനുള്ള ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. സ്നേഹമാണ് ദൈവം. ആ സ്നേഹം ആകുന്ന ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളും, എല്ലാ മനുഷ്യ വ്യക്തികളും മനുഷ്യൻ എന്ന നിലയിൽ തന്നെ അതിന് വിലയുള്ളതാണ്. അപ്പൊ മനുഷ്യ വ്യക്തികളുടെ വ്യക്തിത്വത്തെ മാനിക്കാത്ത രീതിയിലുള്ള മതപരമായ മൂല്യങ്ങൾ അല്ലെങ്കിൽ മതപരമായ അനുഷ്ഠാനങ്ങളുടെ പേരിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യ മനസ്സുകളിൽ ഈ വിദ്വേഷവും വെറുപ്പും കുത്തി നിറയ്ക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. കൂടാതെ ക്രൈസ്തവർക്കെതിരായിട്ട് എന്തോ ഇതുപോലെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ ഞാൻ പലപ്പോഴും സംശയിക്കുകയാണ്, ഇതിന്റെ പിന്നില് ആസൂത്രിതമായ അജണ്ടകളുണ്ടോ? ഇവര് എങ്ങനെ ലക്ഷ്യം വെച്ച് പ്രത്യേകിച്ച് ക്രൈസ്തവരെ, സന്യാസിനികളെ, കാരണം സന്യാസം സഭയിൽ ഉള്ളത് കൊണ്ടാണ് സഭയ്ക്ക് ഇത്രയും വളർച്ച അല്ലെങ്കിൽ സമൂഹത്തിന് ഇത്രയും നന്മ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം സമർപ്പണം, സ്വന്തം വീടും സ്വന്തക്കാരെ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും സ്വയം സമർപ്പിച്ചവരുടെ നിസ്വാർത്ഥമായ സേവനങ്ങള് ഈ സമൂഹം ആവോളം ആസ്വദിച്ചിട്ട് ഇപ്പോൾ അവരെ എങ്ങനെയും താറടിച്ച് ഇല്ലാതാക്കി, അത് സന്യാസത്തെ നശിപ്പിച്ചാലേ ക്രൈസ്തവ സഭയെ, തിരുസഭയെ, കത്തോലിക്ക സഭയെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനഃപൂർവ്വം അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങളായിട്ടാണ് എനിക്കിത് മനസ്സിലാകുന്നത്. ഓക്കെ വ്യക്തമാണ്. സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് കാര്യം കൂടി ഞാൻ എടുത്തു പറയാൻ ഓർക്കുകയാണ്. അതായത് യൂണിഫോം സ്കൂളുകളിൽ കൊണ്ടുവരുന്നത് തന്നെ അവിടുത്തെ ഉച്ചനീചത്വങ്ങൾ, അതായത് പൊതുസമൂഹത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ ഒഴിവാക്കാനും സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാറ്റി, കുട്ടികളിൽ മാറ്റി, മതം, വർഗം, വർണ്ണം, ഇത്തരം വേർതിരിവുകൾ സ്കൂളിനകത്തേക്ക് പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ തന്നെ പുറത്താണ് യൂണിഫോം എന്നുള്ള ഒരു പൊതുതത്വം സ്കൂളുകൾ പാലിക്കുന്നത് തന്നെ. അത് കൊണ്ടുവരുമ്പോൾ തന്നെ കുട്ടികളിൽ ഒരു സ്വാതന്ത്ര്യമാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അവിടെ വേർതിരിവുകളില്ല. പക്ഷെ ഇവിടെ ചിലരുടെ ലക്ഷ്യം അത്തരം ചില വേർതിരിവുകൾ സമൂഹത്തിലേക്ക് സൃഷ്ടിക്കപ്പെടണം. ഐഡന്റിറ്റി, ഇന്ന ഒരു ഡ്രസ്സിൽ കണ്ടാൽ ഇത് ഇന്ന ആളാണ്, ഇന്ന മതത്തിൽപ്പെട്ടവരാണ് എന്ന് പൊതുസമൂഹത്തിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടണം എന്നുള്ള ലക്ഷ്യം ഉള്ളവരാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നത്. ഞാൻ ശ്രീ ബോബി തോമസിലേക്ക് വരികയാണ്. മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പൊ സിസ്റ്റർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറാനിലെ ഉണ്ടായ ഹിജാബ് വിവാദമൊക്കെ. അതൊക്കെ അവിടെ കത്തിപ്പടരുമ്പോഴും ഇവിടെ ചിലര് അതൊന്നും കാണുന്നില്ല, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും വരുന്നില്ല. സിസ്റ്റർ നേരത്തെ പറഞ്ഞത് ഇതിലേക്ക് ഒരു കാര്യം കൂടി, കെ ടി ജലീലിന്റെ പല പ്രസ്താവനകളും ക്രിസ്ത്യൻ നാമധാരികൾക്കെതിരെയും ലോകായുക്തയിലെ ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള ആളുകൾക്കെതിരെയും അതുപോലെ തന്നെ സഭാ സമൂഹത്തിനെതിരെയും ഒക്കെയാണ് പലപ്പോഴും കെ ടി ജലീലിന്റെ പ്രസ്താവനകൾ വന്നിട്ടുള്ളത്. കെ ടി ജലീൽ ആരായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കപട മതേതരത്വം ചമഞ്ഞു നിൽക്കുന്ന ഒരു തീവ്രമായ മതം ഉള്ളിൽ കയറിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് കെ ടി ജലീൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് എന്താണ് ഈ വിഷയത്തിൽ, ഹിജാബ് വിഷയത്തിൽ കെ ടി ജലീലിന്റെ പോസ്റ്റുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം ഈ
ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ടൈറ്റിൽ തന്നെ ഹിജാബും കന്യാസ്ത്രീ വേഷവും കോടതികളും എന്നാണ്. അതിൽ ഈ കന്യാസ്ത്രീ വേഷത്തെ പറ്റി പ്രത്യേകം പരാമർശിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ കൂടുതൽ ചർച്ചകളൊക്കെ നടത്തിയത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൃത്യമായിട്ട് ജലീൽ ഉന്നം വെച്ചിരിക്കുന്നത് കോടതികളെയാണ്. അതിൽ വളരെ ഗൗരവമായ ഒരു സ്റ്റേറ്റ്മെന്റ് ജലീലിൻ്റെതായിട്ട് ഇതിലുള്ളത്. ഒരു പരാമർശം ഞാൻ വായിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതികൾ ഭരണഘടനാനുസൃതമായിട്ടാണ് കാര്യങ്ങൾ കാണേണ്ടത്, വ്യക്തിനിഷ്ഠമായിട്ടല്ല. അതായത് ജലീൽ കുറെ കാലമായിട്ട് കോടതികളോട് ഉള്ള ഒരു വിമർശനം ഇതാണ്: ഭരണഘടന അധിഷ്ഠിതമായിട്ടല്ല കോടതികൾ പ്രവർത്തിക്കുന്നത്, വ്യക്തികളെ നോക്കിക്കൊണ്ടും വ്യക്തിനിഷ്ഠമായിട്ടുമാണ് കോടതികൾ പ്രവർത്തിക്കുന്നതെന്ന അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള KT ജലീൽ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷെ അത് അധികം ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ജലീൽ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. ഇത് ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടമായ ആ കാലം മുതൽ തുടങ്ങി പിന്നീട് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് മന്ത്രിയായിട്ട് കിട്ടും എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. അത് സാധിക്കാതെ പോയത് ഇതുപോലെ ഒരു കോടതി വിധി മൂലമാണ്. ആ കോടതി വിധി മറ്റൊന്നും ആയിരുന്നില്ല. KT ജലീൽ തന്റെ ബന്ധുവിനെ കേരള സംസ്ഥാന മൈനോറിറ്റി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഫിനാൻസ് സ്ഥാപനമാണ്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പലിശ കുറഞ്ഞ പലിശയിൽ ധനസഹായം നൽകുന്ന ഒരു സ്ഥാപനമാണ് KSMDFC എന്ന് പറയുന്ന ഈ ധനകാര്യ സ്ഥാപനം. അതിൽ ജലീലിന്റെ ഒരു ബന്ധുവിനെ നിയമിച്ചു. വേണ്ടത്ര യോഗ്യതകളില്ലാതെ നിയമിച്ചാണ് ആശ്രിത നിയമനം എന്ന ഇത് വന്നു. ഇത് ആരോപണം ഉന്നയിച്ചതും ശരിക്കും PK ഫിറോസ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരു കരുത്തുറ്റ നേതാവാണ്. ഈ കേസിൽ ലോകായുക്തയുടെ മുന്നിൽ ഈ കേസ് വന്നു. അത് നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ KT ജലീൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടയും വന്നിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പക എപ്പോഴും ആ ലോകായുക്തയിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള വ്യക്തിയോടായിരുന്നു. അപ്പം അതിലേക്കാണ് ഇപ്പോൾ ഇവിടെ പ്രൊവിഡൻസ് സ്കൂള് നടത്തുന്നതും ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്, സന്യാസി സമൂഹങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പ്രിൻസിപ്പാളുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഇപ്പോൾ അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. അവിടെ സ്കൂള് സാധാരണ നിലയ്ക്ക് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി സുപ്രീം കോടതിയുടെ വിധി വരട്ടെ. സുപ്രീം കോടതിയെ സർക്കാർ ഒരു കൃത്യമായ ഒരു നിലപാടെടുത്താൽ ഞങ്ങൾ അതിനോട് യോജിച്ചു നിൽക്കും. അതിനപ്പുറത്ത് അവർക്കൊന്നും പറയാനില്ല. PTA കൃത്യമായ ഒരു ഐക്യദാർഢ്യമാണ് സ്കൂൾ മാനേജ്മെന്റ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു കുട്ടിക്ക് മാത്രമായിരുന്നു വിഷയം, ആ കുട്ടി TC വാങ്ങിപ്പോയി. പക്ഷെ ഇപ്പോഴും അത് അവിടെ സാധാരണ നിലയ്ക്ക് ആ സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ആ സ്കൂളിനെ മുൻനിർത്തി പ്രൊവിഡൻസ് സ്കൂളിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കുക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടെയാണ് ജലീലിന്റെ പ്രസ്താവന വന്നിട്ടുള്ളത്. അതിലേക്കാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതെ, അത് തന്നെയാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ലോകായുക്തയില് രണ്ട് ജഡ്ജിമാർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറഞ്ഞത്. ഒന്ന് ഹാരൂൺ റഷീദ് ആയിരുന്നു, ഒന്ന് ജസ്റ്റിസ് സിറിയക് ജോസഫും. പക്ഷെ സിറിയക് ജോസഫിനെ ആണ് വർഗീയമായിട്ട് ഈ കാര്യങ്ങൾ കാണുകയും സിറിയക് ജോസഫിനെ െതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതിക്കെതിരെ ചെയ്യുകയാണ് ചെയ്തത്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അവിടെ ഈ മൗലിക അവകാശത്തിന് എതിരായിട്ട് കോടതി ഇവിടെ വിധിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഹിജാബ് വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൃത്യതയുള്ള ഒരു വിധി വന്നിരിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് തന്നെയാണ്. 2018 അങ്ങനെ ഒരു വിധി ഉണ്ടായത്. നമ്മുടെ തിരുവനന്തപുരത്തെ ക്രൈസ്റ്റ് നഗർ സ്കൂളില് അവിടുന്ന് 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ പിതാവ് ഒരു സുപ്രഭാതത്തിൽ 6ാം ക്ലാസ് വരെ, ക്ലിന്റൺ ഗാർഡൻ മുതൽ 6ാം ക്ലാസ് വരെ ഈ കുട്ടി ആ സ്കൂളിൽ പഠിച്ചിരുന്നു. കൃത്യമായ യൂണിഫോം ധരിച്ചു വന്നു. 6ാം ക്ലാസ്സിലെ പകുതി ഇയർ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഈ ഡ്രസ് കോഡ് മാറ്റിക്കൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ടും ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ചുകൊണ്ടും സ്കൂളിലെത്തുകയും സ്കൂൾ അധികൃതർ അതിനെ പറഞ്ഞപ്പോഴത്തേനും ഹൈക്കോടതിയിൽ കേസുമായിട്ട് പോവുകയും ചെയ്തു. അപ്പം ഈ ജലീൽ ഇപ്പോൾ ഉന്നയിച്ച അതേ വാദം തന്നെയാണ് അവിടെ ഉന്നയിച്ചത്. എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് നമ്മുടെ മൗലിക അവകാശമാണ്. ആ മൗലികാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് സ്കൂൾ അധികൃതർ ചെയ്തതെന്നാണ്. അന്ന് കൃത്യമായിട്ട് കോടതി പറഞ്ഞൊരു കാര്യം, വ്യക്തികൾക്ക് മാത്രമല്ല സ്ഥാപനങ്ങൾക്കും മൗലിക അവകാശമുണ്ട്. സ്ഥാപനത്തിന്റെ വിശാലമായ അവകാശത്തിന് വിരുദ്ധമായി മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അവരുടെ വ്യക്തിഗത അവകാശങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആവശ്യപ്പെടാൻ കഴിയില്ല എന്ന് കേരള ഹൈക്കോടതി 2018 ഡിസംബർ 4 വിധിയിലുള്ള വിധിയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇപ്പോൾ ജലീൽ വീണ്ടും ഈ വിഷയവുമായിട്ട് വരുന്നത് നമ്മുടെ ഹിജാബ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു വെർഡിക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ 2 ജഡ്ജിമാർ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ പ്രകടിപ്പിച്ചു. ആ ഒരു വിഷയം ഈ കന്യാസ്ത്രീകളുടെ തിരുവസ്ത്രവും ഹിജാബുമായിട്ട് കൂട്ടിക്കുഴച്ചുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് ഒരു നീതി, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു നീതി, മുസ്ലിങ്ങൾക്ക് വേറൊരു നീതി, ആ രീതിയിലാണ് കോടതികൾ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്, വിധികൾ വായിക്കുന്നത് എന്ന് പൊതു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ്. ഓക്കെ വ്യക്തമാണ്. ഞാൻ സിസ്റ്ററിലേക്ക് ഒന്ന് വരികയാണ്. സിസ്റ്റർ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ അല്ലെ കന്യാസ്ത്രീ സ്കൂളുകൾ, ഇവിടങ്ങളിലൊക്കെ പെട്ടെന്ന് വിവാദങ്ങൾ കൊണ്ടുവരാൻ ചില സമൂഹങ്ങൾ ശ്രദ്ധിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു കോപ്പി അടിച്ച് പിടിച്ചതായിക്കോട്ടെ, ആ സ്കൂളിൽ കോപ്പി അടിച്ച് പിടിച്ച ആ കുട്ടിക്ക് എന്തെങ്കിലും ഇത് വന്നാൽ അപ്പോഴും അത് മാനേജ്മെന്റിനെതിരെയുള്ള ഒരു പ്രത്യാക്രമണത്തിന് വേണ്ടി ചില സംഘടിതമായി പരിശ്രമിക്കുന്നു. പക്ഷെ ചില ഇപ്പം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളല്ല, മറ്റ് ചില ഇപ്പൊ ഇവരുടെയൊക്കെ തൽപര വിഭാഗത്തിൽപ്പെട്ട കോളേജുകളോ സ്കൂളുകളോ ആണെങ്കിൽ അവിടെ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായാലും, അവിടെ ആത്മഹത്യകൾ ഉണ്ടായാലും അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അതൊന്നും ഇവരാരും അഡ്രസ് ചെയ്യപ്പെടുന്നുമില്ല. കഴിഞ്ഞ ദിവസം തൊടുപുഴ ഭാഗത്തുള്ള ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ നിന്ന് ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു, സ്കൂൾ കെട്ടിടത്തിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ അതൊന്നും പൊതുസമൂഹം പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു മാനേജ്മെന്റ് സ്കൂളുകൾ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളോ കന്യാസ്ത്രീ മഠങ്ങളോ നടത്തുന്ന സ്കൂളുകൾക്കെതിരെ മനഃപൂർവ്വമായിട്ടുള്ള ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ അത് ബോധപൂർവമായി സൃഷ്ടിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് സത്യം. എന്തായിരിക്കാം ഇതിന്റെ പുറകിലുള്ള ലക്ഷ്യമെന്നാണ് സിസ്റ്റർ പറയാനുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കത്തോലിക്കരെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ, ക്രിസ്ത്യൻസിനെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ, അതായത് വളരെ പ്ലാൻ ചെയ്തിട്ട് മൂവ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടതുപോലെ, പത്രമാധ്യമങ്ങളിൽ അറിഞ്ഞതുപോലെ തീവ്രവാദ സംഘടനകള് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചില സമുദായങ്ങളിലെ തീവ്രവാദ സംഘടനകള് വളരെ വർഷങ്ങൾ മുന്നോട്ട് കണ്ട് 50 വർഷത്തേക്ക് വരെയുള്ള പ്ലാൻ ഉണ്ടാക്കി ഇവിടെ നിന്ന് അന്യമതസ്ഥരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ടയോട് കൂടി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ആളും അർത്ഥവും എല്ലാം വിദേശത്തു നിന്നും കിട്ടുന്നുണ്ട്, എല്ലാം സഹായങ്ങളും വരുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഓരോ തവണയും അറിയുമ്പോഴും ഏറ്റവും ദുർബലരായി കാണപ്പെടുന്ന, അല്ലെങ്കിൽ പ്രതികരിക്കില്ല, അല്ലെങ്കിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കുകയില്ല, ഇവരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാം, ആക്രമിക്കാൻ ഏറ്റവും എളുപ്പം ക്രൈസ്തവ സന്യാസിനിമാർ നടത്തുന്ന സ്കൂളുകളാണ്. അവര് നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളുകളിൽ വളരെയധികം നന്മയുണ്ടാകുന്നുണ്ട് എന്ന് കണ്ടിട്ട് അവരെ എങ്ങനെയും തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഇതുപോലെ സംഘടിതമായിട്ട് ആക്രമിച്ച് നമ്മളെ ഇല്ലാതാക്കുക എന്നുള്ളൊരു നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് പോലെയാണ് എനിക്ക് അത് മനസ്സിലാകുന്നത്. അതിനെ ഇതുവരെയുള്ള നമ്മുടെ പോലീസിന്റെ അന്വേഷണം വഴിയൊക്കെ നമുക്ക് പലപ്പോഴും പത്രങ്ങളിൽ അറിയാൻ സാധിക്കുന്നുണ്ട്, ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടെന്ന്. അത് നമ്മൾ ഊഹിക്കുന്നതല്ല, അതിന് തെളിവുകളും ഉണ്ടല്ലോ. ഓക്കെ, വളരെ വ്യക്തമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ സന്യാസിനി സമൂഹങ്ങളൊന്നും ഒരിക്കലും പ്രതികരണങ്ങളായിട്ട് പൊതുവേദിയിലേക്ക് വരാറില്ല. പ്രസ്താവനകൾ ഇറക്കുകയോ അല്ലെങ്കിൽ വിവാദമായ ആർഗ്യുമെന്റ്സുമായിട്ടൊന്നും അവർ വരാം. അവര് സാധാരണഗതിക്ക് അവരവരുടെ പ്രവർത്തനവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. അവരാരോടും പോരാടാനോ ഫൈറ്റ് ചെയ്യാനോ ഒന്നുമില്ല. അവരുടെ മറ്റു മതങ്ങളെ ഇകഴ്ത്തി കാണിക്കാനൊന്നും അവർ നിൽക്കുന്നില്ല എന്നുള്ള ഒരു ബലഹീനതയും ചിലർ മുതലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശ്രീ ബോബി തോമസ്, മറ്റൊരു കാര്യം, സിസ്റ്റർ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചില മത തീവ്രവാദികൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇടപെടുന്നു എന്നുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആയിരിക്കുന്ന കെ.ടി. ജലീല്, നിരീശ്വര പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്ഥാനത്തിലായിരിക്കുന്ന കെ.ടി. ജലീല് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് വിവിധ രാഷ്ട്രീയ തലങ്ങളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മതചിന്ത എന്തായിരുന്നു എന്നും നമുക്ക് ഏവർക്കും പൊതുസമൂഹത്തിന് അറിയുന്നതാണ്. എന്നിട്ടും ഇപ്പോഴും ഇത്തരം വിവാദമായ പല പ്രസ്താവനകളും മതത്തിന് വേണ്ടി മതത്തിന്റെ പേരിൽ നടത്തുന്ന കെ.ടി. ജലീലിനെതിരെ പ്രസ്താവനകൾ ഇറക്കാനോ അല്ലെങ്കിൽ ജലീലിനെ സംരക്ഷിക്കുന്ന തലത്തിൽ ഒരു മൗനാനുവാദം നൽകുന്ന വിധത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം അല്ലെ ഇടതുപക്ഷ ഭരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് പൊതുസമൂഹം ചിലപ്പോൾ സംശയിക്കുന്നു. അത് ശരിയാണോ? തീർച്ചയായിട്ടും അതിൽ കൃത്യമായിട്ടൊരു രാഷ്ട്രീയമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കെ.ടി. ജലീൽ എന്ന രാഷ്ട്രീയക്കാരനെ നമ്മൾ ആദ്യം കാണുന്നത് സിമിയുടെ പ്രവർത്തകനായിട്ടും സിമിയുടെ തീപ്പൊരി നേതാവായിട്ടുമാണ്. സിമി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലൂടെയാണ് ഭാരതത്തിന്റെ മോചനം എന്ന് വിശ്വസിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ തീവ്രമായ ഒരു ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു.
സ്കൂൾ കോളേജ് കുട്ടികളുടെ ഇടയിലാണ് കൂടുതലായിട്ട് ഇത് പ്രവർത്തിച്ചിരുന്നത്. ജലീല് കോളേജിലായിരിക്കുന്ന തന്റെ ഡിഗ്രി പഠനകാലത്തും PG പഠനകാലത്തും എല്ലാം സിമിയുടെ ഒരു തീവ്രമായ പ്രവർത്തകനായിരുന്നു. പിന്നീട് സിമിയുടെ നേതൃത്വമായിട്ട് അദ്ദേഹം തെറ്റുകയും മുസ്ലിം ലീഗിൽ ചേരുകയും ചെയ്തു. മുസ്ലിം ലീഗിൽ അദ്ദേഹം പടിപടിയായിട്ട് ഉയർന്ന് വളരെ പെട്ടെന്ന് തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവായി, സംസ്ഥാന പ്രസിഡന്റായി മാറുകയും അപ്പോഴേക്കും വീണ്ടും ജലീല് നേതൃത്വമായിട്ട് തെറ്റി. ആദ്യം സിമി നേതൃത്വമായിട്ട് തെറ്റിയതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വമായിട്ട് തെറ്റുകയും 2005 അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോവുകയും ചെയ്തു. അപ്പോഴേക്കും മുസ്ലിങ്ങളുടെ ഇടയിൽ അത്യാവശ്യം സ്വാധീനമുള്ള അഴിമതിയുടെ കറ പുരളാത്ത ക്ലീൻ ഇമേജ് ഉള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ലേബല് ജലീൽ നേടിയെടുത്തിരുന്നു. ആ സമയത്താണ് ഈ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട എങ്ങനെ കീഴടക്കാമെന്ന് ആലോചിച്ചിരുന്ന CPM-ന് വീണ് കിട്ടിയ ഒരു ആയുധമായിരുന്നു ജലീൽ. 2006 അസംബ്ലി ഇലക്ഷനില് ജലീലിനെ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പിന്തുണയ്ക്കുകയും പൊന്നാപുരം കോട്ടയിൽ വലിയ വിള്ളൽ വീഴ്ത്തുകയും ചെയ്തു. 12 സീറ്റുകളിൽ 5 സീറ്റുകളോളം മലപ്പുറം ജില്ലയിൽ പായിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെ തന്നെ ഞെട്ടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ജലീലിനെ കൊണ്ട് CPM-നെ കൊണ്ട് ജലീലിനും ഒത്തിരി ഉപകാരങ്ങളുണ്ട്. നമുക്കറിയാം CPM-ന്റെ വിഭാഗീയത കത്തി നിന്നിരുന്ന കാലത്ത് 2009 നവകേരള യാത്ര നടത്തിയപ്പോൾ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ കൂടെ 5 നേതാക്കന്മാരാണ് ഉണ്ടായിരുന്നത്. 2 പേർ സംസ്ഥാന കമ്മിറ്റിയിലുള്ളവരും 2 പേർ കേന്ദ്ര കമ്മിറ്റിയിലുള്ളവരുമാണ്. എന്നാൽ CPM-ന്റെ ഒരു മെമ്പർ പോലും അല്ലാത്ത 5-ാമൻ KT ജലീലായിരുന്നു. അത്രയും വലിയൊരു പ്രാധാന്യം എന്തിനാണ് ജലീലിന് കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ജലീൽ പഴയതുപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും രാഷ്ട്രീയം തന്നെയാണ്. ഇസ്ലാമിസ്റ്റ് മനോഭാവമുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ കൂടിയിരിക്കുന്നു. അതിന് വളരെ കൃത്യമായ ഉദാഹരണമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മീറ്റിംഗിൽ നമ്മൾ കണ്ടിട്ടുള്ള വൻ ജനാവലികൾ. ആ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഐ ആം വിത്ത് യു, ഐ ആം യുവർ ലീഡർ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്നുള്ള ഒരു മെസ്സേജാണ് ജലീൽ തരുന്നത്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിരുന്ന കാലത്ത് കാശ്മീർ സന്ദർശിച്ച വേളയിൽ പാക് അധിനിവേശ കാശ്മീരിനെ ആസാദി കാശ്മീർ എന്ന് വിളിച്ച് വിവാദം ഉണ്ടാവുകയും അദ്ദേഹത്തിനെതിരെ പോലീസിൽ കേസുണ്ടാവുകയും ഒക്കെ ചെയ്ത ആ സംഭവം വളരെ അടുത്ത് തന്നെയാണ്. ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കുവാനായിട്ടുള്ള പ്രസ്താവനകൾ ജലീലിൽ നിന്നുണ്ടാകുമ്പോൾ അത് വിലക്കാത്തത് അതിന്റെ ഒരു ഗുണഭോക്താവാണ്. ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന നിലയിൽ ഒരു ഗുണഭോക്താവാണ് CPM അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം എന്നുള്ളത് കൊണ്ടാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒരു മതേതരത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമല്ല ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നത് എന്നും കൂടി പറയേണ്ടി വരും. കാരണം അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഏത് മതത്തെയും ചവിട്ടിത്തേക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ ചില ഭരണകക്ഷി അംഗങ്ങൾ തയ്യാറാവുന്നു എന്നും കൂടിയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ സിസ്റ്ററിലേക്ക് വരികയാണ്. ഇപ്പോൾ KT ജലീലിന്റെ പ്രസ്താവനകൾ, പോസ്റ്റുകളൊക്കെ വന്നപ്പോൾ ഒരു കന്യാസ്ത്രീ സോണിയ സിസ്റ്റർ നല്ല കൃത്യമായ മറുപടികൾ സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തിരുന്നു. അതിന് മറുപടി വീണ്ടും ജലീൽ കൊടുത്തു. വീണ്ടും അതിന് ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് സിസ്റ്റർ നടത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മറ്റൊരാളുടെ പ്രതികരണം വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതായത് നിഷ്പക്ഷമായിട്ട് പറയുന്ന ഒരു ഡോക്ടർ എന്നുള്ള ഒരു നിലപാടിലൊക്കെയാണ് അദ്ദേഹം വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് നിഷ്പക്ഷമല്ല, മതത്തിന് വേണ്ടി മാത്രമുള്ള, മുസ്ലിം മതത്തിന് വേണ്ടി മാത്രം പ്രതിപാദിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾ എന്നെ പോലും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. അയാള് പലപ്പോഴും അവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഒരു മനുഷ്യന് അല്ലെങ്കിൽ അവന്റെ ജൈവിക പ്രക്രിയകൾക്ക് ഉണ്ടാവുന്നതായ വളർച്ചയും അവരുടെ വികാരങ്ങളെയും ഒക്കെ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ച് കന്യാസ്ത്രീകളാവുന്ന സിസ്റ്റേഴ്സ്, അങ്ങനെ പലവട്ടം അയാൾ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശശുദ്ധി അത് വേറൊരു വ്യംഗ്യാർത്ഥത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പ്രസ്താവനകളൊക്കെ വരുമ്പോൾ കന്യാസ്ത്രീകളെയും സന്യാസിനികളെയൊക്കെ അവരുടെ ജീവിതാന്തസ്സിനെയൊക്കെ വളരെയധികം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്താണ് ഉത്കണ്ഠ ഉണ്ടാവുന്നത്? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. അതെ, തീർച്ചയായിട്ടും ഇതിനു മുമ്പും ഇത്തരം പ്രസ്താവനകൾ പലയിടത്തുനിന്നും ഉയർന്നു വന്നായിരുന്നു. ഞങ്ങളുടെ സന്യാസ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്കണ്ഠയുണ്ട്. കാരണം കേരളത്തിലെ പൊതുസമൂഹം, പൊതുബോധം ഞങ്ങൾക്കെതിരായിട്ട് ചിന്തിക്കാൻ
പ്രേരിപ്പിക്കുന്ന രീതിയിൽ അത്തരത്തിലാണ് ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ. അപ്പം നമ്മൾ തന്നെ വളർത്തിവിട്ട ആൾക്കാരാണ്, അതായത് കോൺവെന്റ് സ്കൂളുകളിലും ക്രൈസ്തവ സ്ഥാപനങ്ങളിലും പഠിച്ചവരാണ് ഈ തിരിഞ്ഞുകൊത്തുന്നത്. ഞങ്ങൾ പ്രതികരണശേഷിയില്ല അല്ലെങ്കിൽ പ്രതികരിക്കാൻ അധികം വിമുഖതയുള്ളവരാണെന്ന് പറഞ്ഞു. നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞങ്ങള് പ്രതികരിക്കേണ്ടി വരുന്നത്. അതായത് അതുപോലെ അസഹ്യപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ സിസ്റ്റർ സോണിയയാണെങ്കിലും വോയിസ് ഓഫ് നൺസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് സംഘടിച്ച്, ഞങ്ങൾക്ക് ഇതിന് നേരമില്ല, ഞങ്ങൾ നന്മ ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങൾ വെറുതെ ഇരിക്കുന്നവരല്ല, ഈ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഞങ്ങൾക്ക് ഇത്തരം നുണപ്രചരണങ്ങള്, കുതന്ത്രങ്ങള്, രാഷ്ട്രീയപരമായ നീക്കങ്ങള് ഇതൊന്നും പഠിക്കാനും അതിന്റെ പിന്നാലെ പോകാനും അതിനെതിരെ പ്രതികരിക്കാനൊന്നും സമയം കിട്ടാറില്ല. പക്ഷെ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് ഇപ്പോൾ സംഘടിതരാകാനും അതിനെക്കുറിച്ച് ഞങ്ങൾ നിരീക്ഷിക്കാനും ഇതിനെതിരെ ഞങ്ങളുടെ തന്നെ ഐഡന്റിറ്റി, ഞങ്ങളുടെ അന്തസ്സും ഞങ്ങൾ തന്നെ ഉയർത്തിപ്പിടിക്കേണ്ട, അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഞങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഈ സമൂഹത്തെ പഠിപ്പിച്ച അധ്യാപകരാണ് മജോറിറ്റി സന്യാസിനികള്. അതുപോലെ തന്നെ ഇവിടെ ആർക്കും വേണ്ടാത്ത പാവങ്ങളെ, അനാഥരെ, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ എല്ലാമാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കരുത്തില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ അറിവില്ലാഞ്ഞിട്ടോ അല്ല ഞങ്ങൾ പലപ്പോഴും പ്രതികരിക്കാത്തത്. ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയാമെന്നാണ് സിസ്റ്റർ സോണിയ കാണിച്ചു തന്നത്, സാമ്പിളാണ്. അപ്പൊ പ്രതികരിക്കുമ്പോൾ നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിലുള്ള വല്ല വാട്സപ്പ് മെസ്സേജും ഫേസ്ബുക്ക് പോസ്റ്റും മാത്രം വായിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഉറവിടം, ഇതെവിടെ നിന്നാണ് ഇത്ര അറിവ് കിട്ടിയത് എന്നൊക്കെ അത്ഭുതം തോന്നും. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിക്കുന്ന കുറച്ച് ജീവികൾക്ക് അതുപോലെ നുണപ്രചരണങ്ങളും കുതന്ത്രങ്ങളുമായിട്ട് മെനഞ്ഞ് ആളുകളെ അപഹാസ്യപ്പെടുത്താനും പരിഹസിക്കാനും നിന്ദിക്കാനും മാത്രം നടക്കുന്നവർക്ക് ഈ ജീവിതത്തിന്റെ അന്തസ്സ് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അത്ര വിശുദ്ധമായ ജീവിതമാണ്. ആ ജീവിതത്തിനെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല. പരസ്പരം ബഹുമാനിക്കാൻ അറിയാത്ത മനുഷ്യൻ ഇതുപോലെ വെറുപ്പ് തന്നെ തുപ്പിക്കൊണ്ടിരിക്കും. അവർക്ക് ഉള്ളിൽ വെറുപ്പാണ്, അവർ പറയുന്നതും വെറുപ്പായിരിക്കും. അത് ആളുകളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്രയും കാലം കൊണ്ട് കേരളത്തില് നമ്മൾ വിദ്യാഭ്യാസം നൽകി, അറിവ് നൽകി, അക്ഷരം നൽകി, മനുഷ്യ മനസ്സുകളിലേക്ക് നൽകിയ നന്മയെല്ലാം തുടച്ചു നീക്കുന്ന തരത്തില് വിദ്വേഷവും വെറുപ്പും പരസ്പരമുള്ള സ്പർദ്ധയും വളർത്തുന്ന രീതിയിലാണ് ഈ പ്രബുദ്ധ കേരളത്തിലെ ചില നേതാക്കൾ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് അതീവ ദുഃഖമുണ്ട്, ഉത്കണ്ഠയുണ്ട്. ഏതിനെക്കുറിച്ച്? ഭാവി തലമുറയെക്കുറിച്ച്. ആ കുഞ്ഞുങ്ങള് ഈ ഫേസ്ബുക്കിലും ഈ വാട്സപ്പിലും ഈ വരുന്ന സാധനങ്ങള് അത് വായിച്ചാണ്. അല്ലാതെ ചരിത്രം, യഥാർത്ഥമായ ചരിത്രം, സത്യസന്ധമായ ചരിത്രം പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റി എല്ലാം നമ്മള് ഉടച്ചു വാർത്ത് വേറൊരു രീതിയിൽ ചരിത്രം പഠിപ്പിച്ച് കുട്ടികളുടെ ബ്രെയിൻ വാഷിംഗ് നടത്തി കുഞ്ഞുങ്ങൾ, അടുത്ത തലമുറ വളർന്നു വരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നുണ്ട്. ഓക്കെ വളരെ വ്യക്തമാണ്. മറ്റൊരു കാര്യം കൂടി വളരെ പ്രസക്തമാണ് സിസ്റ്റർ പറഞ്ഞു വന്നത്. കാരണം ഞാനും എന്റെ മതവും മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു ചിലരൊക്കെ, ചില സമൂഹമൊക്കെ ഇവിടെ കേരള സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമാണ് ശരി, ഞങ്ങളുടേതായ ആശയങ്ങൾ മാത്രമേ ഇവിടെ നടപ്പിലാവേണ്ടതുള്ളൂ എന്നും പറയുന്നു. അത് പറഞ്ഞോട്ടെ, അത് ആ മതത്തിലുള്ളവർ പറഞ്ഞോട്ടെ. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന KT ജലീലിനെ പോലെയുള്ളവർ അത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ പൊതുസമൂഹം വളരെ ജാഗ്രതയോടെ തന്നെ കാണേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആ ഒരു 5 വർഷക്കാലം എന്തൊക്കെ കാര്യങ്ങൾ ഇത്തരം തീവ്ര ചിന്താഗതിയോടെ കൂടി എന്തെല്ലാം കാര്യങ്ങൾ നിയമനിർമ്മാണത്തിലൂടെ നടത്തി എന്നതും വരും വർഷങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മറ്റൊരു കാര്യവും സിസ്റ്റർ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. അതായത് ഞങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ല, ഞങ്ങൾക്ക് നന്മകൾ ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. ഇത്തരം വിവാദങ്ങളുടെ പുറകെ ഞങ്ങൾക്ക് പോകാൻ നേരമില്ല, ഞങ്ങൾ അതിനുവേണ്ടി പ്രതികരിക്കുന്നതിന് ഇപ്പോൾ ഞങ്ങൾ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രതികരിക്കുവാൻ ഞങ്ങൾ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇവിടെ ചിന്തിക്കപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും ഇന്ന് ഫയർ റൂമിൽ ചർച്ച ചെയ്തത് കന്യാസ്ത്രീകളുടെ തിരുവസ്ത്രവും ഹിജാബുമായി ബന്ധപ്പെടുത്തി KT ജലീൽ നടത്തിയ പ്രസ്താവനകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതോ എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരണങ്ങൾക്കായി എത്തിയ CMC സന്യാസിനി സമൂഹത്തിന്റെ PRO സിസ്റ്റർ മേരിയാൻ CMCക്കും രാഷ്ട്രീയ നിരീക്ഷകൻ ബോബി തോമസിനും പ്രത്യേകം നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണാം. അതുവരേക്കും ഏവർക്കും ഗുഡ് ബൈ.